ഹലോ മക്കളെ, വെൽക്കം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ പല മക്കളും ചോദിക്കുന്നുണ്ട്. 120 ബാച്ചുകളോളം ഉയർത്താമെന്ന് ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത് ഉള്ളത് തന്നെയാണോ? അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒഫീഷ്യലി ഇത് കൺഫേം ആയിട്ടില്ല. പക്ഷേ 120 ബാച്ച് കൂട്ടുമെന്ന് തന്നെയാണ്. കാരണം അത്രത്തോളം കുട്ടികൾക്ക് സീറ്റ് ഇല്ലാത്തൊരവസ്ഥയാണ്. ഇത് കൂട്ടുന്നത് മലപ്പുറം, പാലക്കാട് ജില്ലകളിലാണ്. കാരണം മലപ്പുറം ജില്ലയിലൊക്കെ 25,000 ആൾക്കാർ പുറത്ത് നിൽക്കേണ്ട അവസ്ഥയാണ്. അതുകൊണ്ടാണ് 120 ബാച്ചുകളോളം കൂട്ടാം അല്ലെങ്കിൽ ഉയർത്താം എന്നുള്ളത് പറഞ്ഞിട്ടുള്ളത്. സോ പല മക്കളും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഞങ്ങൾക്ക് സീറ്റ് കിട്ടുമോ, സപ്ലിമെന്ററി ഘട്ടത്തിലെങ്കിലും സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ടോ? സോ നിങ്ങളോടാണ് പറയുന്നത്, സപ്ലിമെന്ററി ഘട്ടത്തിൽ നമുക്ക് സീറ്റ് കിട്ടാൻ പ്രതീക്ഷിക്കാം. കാരണം 80% മുകളിൽ മാർക്കുള്ള മക്കളടക്കം സീറ്റ് കിട്ടാണ് നിൽക്കുന്നുണ്ട്. സോ അവർക്കൊക്കെ എന്തായാലും സപ്ലിമെന്ററി ഘട്ടത്തിൽ സീറ്റ് കിട്ടും. ഒരു 70% മുകളിലുള്ള ആൾക്കാർക്കും കാറ്റഗറിയും കൂടെ നോക്കിയിട്ട് തന്നെയാണല്ലോ. അപ്പം കിട്ടാൻ സാധ്യതയുണ്ട്. ഇനി കാറ്റഗറിയിൽ ഉൾപ്പെടാത്ത കുട്ടികളുടെ ആ ഒരു ഇതിലേക്ക് നമ്മൾ ജനറലുള്ള എല്ലാ മക്കളെയും കൂടി എന്ത് ചെയ്യും, കയറ്റുന്നതായിരിക്കും. ആ ഒരു രീതിയിലേക്കായിരിക്കും മാറ്റുന്നത്. സോ ആ കാര്യങ്ങളൊന്നും ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ ആവണ്ട. ഇനി മാനേജ്മെന്റ് കോട്ടയുടെ ഒക്കെ നിങ്ങൾ സ്കൂളിൽ പോയിട്ട് അന്വേഷിക്കാം. ഇനി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള സമയം ഉണ്ടാവും. ഒന്ന് സ്കൂളിൽ പോയിട്ട് പെട്ടെന്ന് തന്നെ അന്വേഷിക്കാം. അതുപോലെ സ്പോർട്സ് കോട്ടയുടേത് 2ാം ഘട്ടം അഥവാ സപ്ലിമെന്ററി ഘട്ടം വിളിച്ചിട്ടുണ്ട്. ഇന്ന് മുതൽ 7-ാം തീയതി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റിയുടേത് ഇത് കഴിഞ്ഞതിന് ശേഷം, ഇപ്പോഴുള്ള അഡ്മിഷൻ കഴിഞ്ഞതിന് ശേഷം, ഇപ്പം ഇന്നലെയാണല്ലോ റിസൾട്ട് വന്നത്, അതിനുശേഷം നിങ്ങൾക്ക് സീറ്റ് ഒഴിവുണ്ടെങ്കിൽ അടുത്ത ഘട്ടത്തിൽ വിളിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കും അപ്ലൈ ചെയ്യാൻ പറ്റാത്ത കുട്ടികൾക്ക് വീണ്ടും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി സപ്ലിമെന്ററി ഘട്ടത്തിൽ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. ഇതുവരെ അപ്ലൈ ചെയ്യാത്ത കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ കൺഫർമേഷൻ കൊടുക്കാനൊക്കെ മറന്നുപോയിട്ട് ഈ ഒരു അലോട്ട്മെന്റ് ഘട്ടത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ള കുട്ടികളില്ല, അവർക്കും അപ്ലൈ ചെയ്യാം. അതുപോലെ ഈ ഒരു ഓൾറെഡി ഇപ്പോൾ അപേക്ഷിച്ചതിൽ കിട്ടാത്ത കുട്ടികൾ, അവർക്കും എന്ത് ചെയ്യാം, അപേക്ഷിക്കാവുന്നതാണ്. എവിടെയെങ്കിലും കിട്ടിയിട്ടുള്ള ആൾക്കാർക്ക് ഇനി അപേക്ഷിക്കാൻ പറ്റില്ല. അവർക്ക് ട്രാൻസ്ഫർ എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ട്രാൻസ്ഫർ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സ്കൂളിൽ ഒഴിവുണ്ടെങ്കിൽ, ഒഴിവ് വരിക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്കൂളിലെ കുട്ടി മറ്റൊരു സ്കൂളിലേക്ക് പോകണം. അപ്പോഴാണ് സീറ്റ് ഒഴിവ് വരിക. അപ്പം നിങ്ങൾക്ക് ആ സീറ്റിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറാൻ പറ്റും. അഥവാ അവിടെ ഇപ്പോൾ നിങ്ങളുടെ കൂടെ തന്നെ ഒരു കുട്ടിയും കൂടെ അതേ സ്കൂളിലേക്ക് ട്രാൻസ്ഫർ കൊടുക്കുകയാണെങ്കിൽ ഇതിൽ മാർക്ക് ആർക്കാണോ കൂടുതൽ അയാളായിരിക്കും അവിടെ പരിഗണിക്കുക. സോ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ 10-ാം തീയതിയാണ് സപ്ലിമെന്ററി ഘട്ടം വരുന്നത്. അപ്പോൾ പല മക്കളും ചോദിക്കുന്നുണ്ട്, ഇപ്പം സ്കൂളിൽ ചാപ്റ്റേഴ്സ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടാവില്ലേ, അല്ലെങ്കിൽ നമുക്ക് കുറേ പോർഷൻസ് ഒക്കെ മിസ്സാവില്ലേ എന്നുള്ളത് നിങ്ങളെയും കൂടെ പരിഗണിച്ചിട്ടായിരിക്കും ക്ലാസ്സസ് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. ഓണപ്പരീക്ഷ +1 ഉണ്ടാവില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഓണപ്പരീക്ഷ സ്കൂളിൽ നിന്ന് തന്നെയായിരിക്കും നടത്തുന്നത്. പോർഷൻസ് ഒക്കെ സ്കൂൾ തന്നെയായിരിക്കും തീരുമാനിക്കുക എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതുവരെ അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. സോ അതൊന്നും ആലോചിച്ച് ടെൻഷൻ ആവണ്ട. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ, ഇപ്പോൾ സയൻസ് എടുക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഓൾറെഡി ട്യൂഷനൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ പഠനങ്ങൾ തുടങ്ങുക. നമ്മൾ ഈ ഒരു അലോട്ട്മെന്റ് കഴിഞ്ഞതിന് ശേഷം ഒരു ജൂലൈ പകുതിയോടെ തന്നെ നമ്മൾ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് ഉപകാരമാവുമെന്ന് പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ ഭാഗത്തുനിന്നും കൂടെ സജഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. അപ്പം എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാം. അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ hscap.kerala.gov.in എന്ന ആ ഒരു സൈറ്റിൽ എപ്പോഴും നിങ്ങൾ കയറി നോക്കുക. അതിലെല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഒന്നും മിസ്സായി പോകരുത്. അതുപോലെ ജോയിൻ ചെയ്യാനുള്ള, ഇപ്പോൾ 3rd അലോട്ട്മെന്റ് ജോയിൻ ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ നാളെ വരെ നിങ്ങൾക്ക് സമയമുണ്ട്. കമ്മ്യൂണിറ്റിയും അതുപോലെ തന്നെ ഇതും കൂടെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്നേ ചൂസ് ചെയ്യാവൂ. ഒന്ന് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പോകാൻ പറ്റില്ല. മെറിറ്റോ കമ്മ്യൂണിറ്റി ഏതെങ്കിലും ഒന്നേ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാം. മിസ് കുറച്ച് തിരക്കിലായതുകൊണ്ടാണ്, നിങ്ങൾക്ക് മെസ്സേജ് കണ്ടു കഴിഞ്ഞാൽ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞ പോലെ ചോദിച്ചോളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഉപകാരമാവുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് മിസ് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. ഓക്കെ മക്കളെ, താങ്ക്